മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. കരാത്തയിൽ 36 വർഷത്തെ പാരമ്പര്യവുമായി മേലെച്ചുവ ഗീതാഞ്ജലി ബിൽഡിംഗിൽ ആധുനിക രീതിയിൽ ആരംഭിച്ച പരമ്പരാഗത ഉച്ചിറിയു കരാത്തെ ആൻഡ് റെയ്ഹോക്കാൻ കൊബുഡോ പരിശീലന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കാരണം കരാട്ടെ പഠിക്കുന്നത് മറ്റാളെ ആക്രമിക്കാനോ കൈയറിഞ്ഞാനോ അല്ല എന്ന് നമുക്കറിയാം. നമുക്കൊരു ആത്മവിശ്വാസവും അതുപോലെ തന്നെ ധൈര്യവും എല്ലാം പകർന്നു നൽകുന്നതാണ്. ജീവിതത്തിൽ അച്ചടക്കവും ചിട്ടയും അതുപോലെ തന്നെ ഒരു വലിയ ആത്മവിശ്വാസം പകരുന്നതാണ് ഓരോ കരാട്ടെ പരിശീലകരായിട്ടുള്ള ആളുകളുമെന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഓരോ വ്യക്തികളും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടതാണ്. നമുക്കെവിടെയും ആത്മവിശ്വാസത്തോടെ കയറി ചെല്ലാനും രണ്ട് വാക്ക് പറയാനും ഒക്കെ സാധിക്കും. നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഹൻഷി പ്രഭാകരൻ നാമത്ത് അധ്യക്ഷത വഹിച്ചു. കോശി KV മനോഹരൻ സ്വാഗതം പറഞ്ഞു. ജപ്പാനിൽ നിന്നും ബ്ലാക്ക് ബെൽറ്റ് ലഭിച്ചവർ മാത്രം പരിശീലനം നൽകുന്നതാണെന്നും കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം, പെൺകുട്ടികൾക്കും വനിതകൾക്കും വനിതാ പരിശീലകരുടെ പരിശീലനം, കുടുംബാംഗങ്ങൾക്ക് പ്രത്യേക പരിശീലനം എന്നിവ ലഭ്യമാക്കുന്നതാണെന്ന് മുഖ്യ പരിശീലകൻ KV മനോഹരൻ പറഞ്ഞു. ഇവിടെ ആഴ്ചയിൽ 7 ദിവസം നമ്മൾ പരിശീലനം നൽകുന്നുണ്ട്. അതിൽ വനിതകൾക്ക് പ്രത്യേകമായി പരിശീലനമുണ്ട്, കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരമായിട്ട്, അതായത് ഓരോരോ പഠിതാവിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള പരിശീലനം ഇവിടെ ലഭിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഇതിൻ്റെ പ്രധാന സെൻ്റർ ഉള്ളത് കൂടാളിയിലാണ്. ഉച്ചിരി കരാത്തയുടെ ഇന്ത്യയിലെ ആസ്ഥാനമാണ് കൂടാളിയിൽ ഉള്ളത്. അത് കേരളത്തിലെ ആദ്യത്തെ പെർമനന്റ് കരാട്ടെ സ്കൂളായിട്ടാണ് അറിയപ്പെടുന്നത്. നൽകുന്ന എല്ലാവരും തന്നെ ജപ്പാനിൽ നിന്ന് ബ്ലാക്ക് ബെൽറ്റ് ലഭിച്ചിട്ടുള്ളവരാണ്. എല്ലാവരും ജപ്പനീസ് ബ്ലാക്ക് ബെൽറ്റ് സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സാണ്. അതിൽ മിക്കവരും ജപ്പാനിൽ തന്നെ പോയി ട്രെയിൻ ചെയ്തവരാണ്. ബെന്നി ബാബുക്ക, ഹരിത മനോഹരൻ, PP സജീവൻ, KV ലിജിൻ, TR ശ്യാമള തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടേരി. കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.